നമ്മുടെ മതം സുരക്ഷയാണ് എന്ന ഒരു മഹത്തായ പ്രമേയത്തെയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോഫ്കോണിൽ പങ്കാളികളായ നമ്മുടെ വിദ്യാർത്ഥിനികളെ പ്രത്യേകമായി ക്ഷണിച്ചു ചേർത്തിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശാലമായ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതികളുണ്ട്. ഒരു ചെറിയ മുഖവുര പറഞ്ഞ് നമ്മൾ സമയത്തിനനുസരിച്ചുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ പെൺകുട്ടികൾ എന്ന നിലക്കുള്ള നമ്മുടെ സുരക്ഷയ്ക്കാവശ്യമായ ചില കാര്യങ്ങൾ വലിയ മുഖവുരകളോ വിശദീകരണങ്ങളോ ഇല്ലാതെ ഞാൻ കുറഞ്ഞ സമയത്തുള്ളിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു ഡിസംബർ മാസത്തിൽ ഒരു കോളേജിൽ നടന്ന ഒരു നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു പൊതു ക്യാമ്പിൽ ഒരു ക്ലാസ്സിന് എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. അവിടെ വിമൻസ് കോളേജ് ആയതുകൊണ്ട് അവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഒരു ചെറിയ ക്ലാസ്സിന് ശേഷം അവർക്ക് കൊടുത്ത അവസരത്തിൽ അവർ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട പെൺകുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ ഒരു മാനസിക വികാരം, അത് ഈ ചർച്ചയിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവായ ഒരു മനസ്സ് നമുക്ക് വരാതിരിക്കാൻ അവിടെ നിന്ന് ആരംഭിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നുവോ എന്ന ഒരു തോന്നൽ ഏത് സന്ദർഭത്തിലും ഉണ്ടാവാറുണ്ട്. അതെപ്പോഴാണ് ഉണ്ടാകുക എന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ചില പ്രത്യേകമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ പറയുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് മാത്രം അങ്ങനെ എന്ന് ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുകയും മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ചെറിയ കുട്ടി, ഒരു 6 വയസ്സോ 7 വയസ്സോ ആയൊരു കുട്ടി പലപ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവൾക്കൊരു സ്വന്തമായൊരു സീറ്റ് വേണമെന്നാണ് ആഗ്രഹിക്കുക. റോട്ടിലിറങ്ങി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നാം കൈ പിടിച്ചാൽ കൈ കുതറി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ അല്ലെങ്കിൽ അവൾ സ്വന്തമായി റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ സ്വാഭാവികമായും നമ്മൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ ചിലപ്പോൾ നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾക്കറിയാം. അതൊരു സ്വാതന്ത്ര്യക്കുറവോ ഒരു ബലഹീനതയോ അല്ല, മറിച്ച് ആ കുട്ടിയുടെ ഒരു അവസ്ഥ അനുസരിച്ചുകൊണ്ട് ഒരു ശ്രദ്ധ ആവശ്യമാണെന്ന് രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കുമ്പോൾ എന്നെ അവഗണിക്കുമോ എന്നോ എന്റെ കഴിവിനെയും എന്റെ പ്രാപ്തിയെയും കുറിച്ച് അംഗീകരിക്കാതിരിക്കപ്പെടുന്നുവോ എന്നൊരു തോന്നൽ സ്വാഭാവികമായും ഉണ്ടാവാറുണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് രക്ഷിതാക്കന്മാരോ അല്ലെങ്കിൽ മതപരമായ സന്ദർഭങ്ങളിലോ പറയുമ്പോൾ അത് ഞങ്ങളെ എന്താണ് വിലമതിക്കുന്നില്ലേ എന്ന തോന്നൽ അസ്ഥാനത്താണെന്ന് പറയാനാണ് ഞാൻ. എന്താ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലേ? സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുവാൻ കരുത്തില്ലേ അല്ലെങ്കിൽ കഴിവില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. അതിന് നമ്മൾ പറയാറുള്ള ഉദാഹരണത്തിന് ഞാൻ പറയാം. നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു 30 കൊല്ലത്തെ പരിചയം എനിക്കൊരു ഡ്രൈവർ എന്ന നിലക്കുണ്ടെന്ന് പറഞ്ഞാൽ പോലും തൊട്ടപ്പുറത്തുനിന്ന് വരുന്ന വാഹനത്തിന്റെ ഉടമസ്ഥൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണല്ലോ. അത് ഇതിലൊന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ശ്രദ്ധ കൊണ്ട് മാത്രം കാര്യം നടന്നുകൊള്ളണമെന്നില്ല. പത്രവാർത്തകൾ നമ്മെ അതാണ് അറിയിക്കുന്നത്. നിങ്ങൾക്കറിയാം, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ യാത്രാ സുരക്ഷിതത്വങ്ങളും ഉള്ളതും പൊതുവാഹനമാണെങ്കിൽ പോലും എത്ര പ്രതിരോധിച്ചാലും പറ്റാതെ വരുന്നു എന്ന് നമ്മൾ അറിയുന്നു. അത് ചെറിയൊരു കുഞ്ഞു മുതൽ അതിവൃദ്ധയായ ഒരു സ്ത്രീക്ക് വരെ സുരക്ഷിതമില്ലാത്ത അവസ്ഥ അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ കരുത്തുകുറവ് കൊണ്ടോ അല്ല, തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർ അത്രയും ക്രൂരമായ മനസ്സിന്റെ ഉടമസ്ഥരാണെന്നുള്ള തിരിച്ചറിവ് എന്തായാലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞ നിർദ്ദേശങ്ങളെ ഒരു അപകർഷതയായി എടുക്കാതെ നമ്മളേക്ക് സ്വാതന്ത്ര്യത്തിന് തടസ്സം വരുത്തുന്നതിന് ശ്രദ്ധിക്കാതെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒന്നാമത്തത്, നാം ഒരു സ്ത്രീയാണെന്ന തിരിച്ചറിവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ എവിടെ നിൽക്കുമ്പോഴും എവിടെ സഞ്ചരിക്കുമ്പോഴും ഞാനൊരു സ്ത്രീയാണെന്ന ബോധം നമ്മുടെ സുരക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമാണ്. ഒരു വലിയ വാഹനം ഓടിച്ചു പോകുന്ന ഒരാൾ ഞാനൊരു ചെറിയ വാഹനം ഓടിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അതിനനുസരിച്ചുള്ളൊരു മാനസികാവസ്ഥ സൃഷ്ടിച്ചില്ലെങ്കിൽ ആ വാഹനം അവിടെയും ഇവിടെയും തട്ടിമുട്ടിക്കൊണ്ടേ മുന്നോട്ട് പോകൂ. ഞാനൊരു സ്ത്രീയാണെന്നുള്ള അറിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഒരു വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. എല്ലാ അർത്ഥത്തിലും ഒരു സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോ വിഷയങ്ങൾ എടുത്താലും നമുക്ക് ആ സുരക്ഷിതത്വം കാണാൻ പറ്റും. ഒന്ന്, വിവാഹം. ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് അതാണ്. മിക്കവാറും ഇത്തരം പ്രൊഫഷണൽ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് വിവാഹത്തെക്കുറിച്ചൊരു തീരുമാനമില്ല എന്നത് വലിയൊരു പ്രശ്നമാണ്.
എന്റെ ഒരു സുഹൃത്തിന്റെ മകന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിവാഹ അന്വേഷണം പെട്ടെന്ന് നടക്കുക എന്നുള്ള നിലക്ക് ഒരു ബിടെക്കാണ്, അവനൊരു 10-25 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഒരു വിവാഹം നടക്കുക എന്നുള്ള പലർക്കും അന്വേഷിച്ചപ്പോഴും യോജിച്ചൊരു കുട്ടിയെ കിട്ടാതിരുന്നപ്പോൾ ഒരു പരസ്യം കൊടുത്തു. ആ രക്ഷിതാവ് എന്നോട് ആ പരസ്യം വാചകം ഞാനാണ് എഴുതി കൊടുത്തത്. ആ പരസ്യം വന്ന അന്ന് മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ഫോണും ഡയറിയുമായിട്ടിരുന്നു വാപ്പേണിരിക്കുന്നത്. അദ്ദേഹം അതിൽ കിട്ടിയ ഒരു അനുഭവമായി എനിക്ക് പറഞ്ഞെന്താന്ന് വിചാരിച്ചാൽ, എന്നെ വിളിച്ച മുഴുവൻ പെൺകുട്ടികളുടെയും രക്ഷിതാക്കന്മാരിൽ പെൺകുട്ടികളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ 22 വയസ്സ്, 23 വയസ്സ്, 24 വയസ്സ് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ഇത്രയധികം കോളുകൾ ഒരു 20 വയസ്സിനു താഴെ ഉള്ളൊരു കുട്ടി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചെഴുതിയപ്പോൾ എന്റെ കടലാസിൽ എഴുതാൻ അധികം പേരുകൾ എനിക്കുണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചാൽ, 25 വയസ്സായ മകന് ഒരു 6 വയസ്സിന്റെ വ്യത്യാസം അയാൾ ആഗ്രഹിക്കുന്നു. 5 വയസ്സിന്റെ വ്യത്യാസം ആഗ്രഹിച്ചാലും 20 വയസ്സ് വേണം. ഞാൻ നിങ്ങളെല്ലാവരും വിവാഹിതരാകണം എന്നൊരു പ്രേരണക്കോ പ്രചോദനത്തിനോ വേണ്ടിയല്ല. വിവാഹം ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷയാണ്, യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. നിങ്ങൾക്ക് സ്വന്തമായി എന്തൊക്കെ സൗകര്യങ്ങളും ജോലിയും സംവിധാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും സുരക്ഷിതത്വം എന്നത് വിവാഹത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഏതർത്ഥത്തിലും നിങ്ങളുടെ രക്ഷിതാക്കന്മാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആൺകുട്ടികളെ സ്വന്തം രക്ഷിതാക്കന്മാർ വിളിക്കുന്നതിലേറെ ഫോൺ കോളുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും വീട്ടിൽ നിന്ന്. എന്താണ് അതിന്റെ മനഃശാസ്ത്രം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷയുടെ ഭീഷണി എവിടെയും നിലനിൽക്കുന്നുള്ളത്. അപ്പൊ ഒരു ഗാർഡിയൻ നമുക്ക് വേണം. സഹോദരിമാരെ, ഒരു ഭർത്താവിന്റെ നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ നേതൃത്വത്തിനോ കീഴൊതുങ്ങുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രയാസമില്ല. നമ്മളെ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായി സംരക്ഷിക്കാൻ ഒരാൾ ഏറ്റെടുക്കുന്നു എന്ന് വരുമ്പോൾ അതിലെന്ത് പ്രശ്നമുള്ളത്? അതുകൊണ്ട് വിവാഹം നമ്മുടെ ജോലിക്ക് തടസ്സമാകുമോ, പഠനത്തിന് തടസ്സമാകുമോ? വെറുതെയുള്ള ചില ധാരണപ്പിശകുകളാണ്. അതിനൊരു അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ പറയും. ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഭർത്താവ് എല്ലാ അർത്ഥത്തിലും. നിങ്ങളുടെ പിതാവ് നിങ്ങളെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുവോ അതിന്റെ എത്രയോ ഇരട്ടി നിങ്ങളെ ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്ന, ജീവിതാവസ്ഥകൾ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിന് പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി എന്തു ത്യാഗം സഹിക്കുവാനും എത്ര സമയം ചെലവഴിക്കുവാനും, നിങ്ങളെ എത്ര സമയം കാത്തു നിൽക്കുവാനും, നിങ്ങൾക്ക് വേണ്ടി എത്ര യാത്ര ചെയ്യുവാനും അയാൾ തൽപരനാണ്. ഒരുപക്ഷെ പിതാവിന് ചില പരിമിതികൾ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കാത്ത രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ടായി ഒരാൾ നമ്മളെ ഏറ്റെടുക്കാൻ പറ്റുന്ന, നാം ആഗ്രഹിച്ച ഒരാൾ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം പറയരുത്, സമയമായിട്ടില്ലെന്ന്. നമ്മുടെ സൗകര്യങ്ങളെയും ഭാവിയെയും എല്ലാം ഉറപ്പുവരുത്താവുന്ന ചില കരാറുകൾ അയാൾ ഇന്ന് വാങ്ങാമെന്നല്ലാതെ ഞാൻ ഇപ്പോൾ വിവാഹിതയാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത്തരമൊരു സന്ദർഭവും സമയവും വരുമ്പോൾ അത് സാധിക്കുക പ്രയാസകരമായിരിക്കും. ഒരുപക്ഷെ പ്രായപൂർത്തിയാവുന്നതോടുകൂടെ ഒരു വിവാഹത്തെ തേടുന്നു മനസ്സ് എന്നുള്ളത് സത്യമാണ്. ഞാൻ പലപ്പോഴും ഇത്തരം നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളോട് സംസാരിക്കേണ്ടി വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, മാനസിക പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഒരു ഏകാന്തത അനുഭവപ്പെടുന്നു, ഒരു ധൈര്യക്കുറവ്, തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാര്യം പരിശോധിക്കുന്നതിൽ പ്രകൃതിപരമായി ഒരു പ്രത്യേക സമയമായി കഴിഞ്ഞാൽ ഒരു ജീവിത പങ്കാളി നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ആ പങ്കാളിയുടെ ഒരു ശൂന്യത ജീവിതത്തിന്റെ ഒരു ശൂന്യതയായി നിലനിൽക്കും. ഏതെങ്കിലും അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ പങ്കാളിത്തം വഹിക്കേണ്ടതുണ്ടെങ്കിൽ അയാളുടെ അഭാവം നമ്മളിൽ ഏകാന്തത സൃഷ്ടിക്കും, മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, അധൈര്യം സൃഷ്ടിക്കും. നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രകൃതിപരമായ ഒരു ആവശ്യമായ വിവാഹത്തെ നിരാകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇന്നത്തെ നിങ്ങളുടെ കോഴ്സിനോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കോ അത് തടസ്സം നിൽക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന് സഹായകമായി തീരുന്ന അനിവാര്യമായ ഒരു ഘടകത്തെ നാം എന്തിനു മാറ്റി നിർത്തണം? ഇസ്ലാമികമായി ചിന്തിച്ചാലും തർലൗന ദീനഹുവോ ഖുൽഖുഹു, സ്വഭാവവും അതേപോലെ തന്നെ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നാൽ നോ എന്ന് പറയരുതേ എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചുവെങ്കിൽ ആ നോ പറയുന്നത് നമ്മുടെ ജീവിത ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമോ, സുരക്ഷത്തിന് ഭീഷണിയാകുമോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്ത്, നമ്മുടെ വേഷവിധാനങ്ങൾ. ഇത് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ചില മാനസിക പ്രയാസങ്ങൾ നമുക്ക് തോന്നും. ഒന്നും തോന്നേണ്ടതില്ല. ഞാൻ രണ്ടർത്ഥത്തിൽ ഞാൻ പറയുന്നു. ഒന്ന്, വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തിൽ നാം പൂർണ്ണമായും നമ്മളെ ഒരു അന്യപുരുഷന് ആസ്വദിക്കാനോ അനുഭവിക്കാനോ പറ്റാത്ത രൂപത്തിലുള്ള ഒരു നല്ല വേഷവിധാനം സ്വീകരിക്കുന്നത് നമുക്കൊരിക്കലും നഷ്ടമാവില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരിക്കലും നഷ്ടാവില്ല. കാരണം ശാരീരികമായ ഒരു ആകർഷണം, ഒരു ലൈംഗിക താല്പര്യത്തിന്റെ പേരിൽ ഒരാൾ നമ്മളുമായി ബന്ധപ്പെട്ട് ആ ബന്ധം ഒരു വിവാഹത്തിലോ മറ്റെന്തിലെങ്കിലും കലാശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു അപകടത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നത് ഉറപ്പാണ്.
അതായത് നിങ്ങളെ ഒരൊറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ നിങ്ങളുടെ ശാരീരികമായ ഒരു അവസ്ഥയിലെ വേഷത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലോ ഉള്ള ഒരു സൗന്ദര്യം ഒരാളെ സ്വാധീനിക്കുകയും ആ സ്വാധീനം നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ജീവിത സുരക്ഷിതത്വത്തിന് അപകടകരമാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വേഷവിധാനങ്ങൾ മറ്റുള്ള ഒരു പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിലാകുന്നു എന്നത് ഒരു നിലക്കും നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം നൽകുന്നതല്ല. മാത്രമല്ല, ഒരുപക്ഷെ ഒരു വൈവാഹിക ജീവിതത്തിൽ നാം നമ്മെ ഒരു സുരക്ഷിതമായ മാർഗത്തിലൂടെ ഒരാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ മുൻനിർത്തി നമുക്ക് പറയാനാവും, എന്നെ ഒരാളും അനുഭവിച്ചിട്ടില്ല. ഇന്ന് വിഹിതമായ നിലക്ക് എന്നെ ഏറ്റെടുക്കുന്ന പുരുഷൻ എന്നിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യം ഈ ആദ്യ ദിനത്തിന് മുമ്പ് ഒരാളും അനുഭവിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമെങ്കിൽ തികഞ്ഞ മാനസിക ധൈര്യത്തോടെ വിശുദ്ധിയോടുകൂടെ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായും ആകാരം കാണിക്കുന്നതോ ശരീരം മുഴുവൻ മറക്കാത്തതോ ആയ ഒരു വേഷവിധാനത്തിലൂടെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് നമ്മുടെ സ്വന്തം ഭർത്താവിനു ലഭിക്കേണ്ട ഒരു അനുഭവം പങ്കുവെക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിനോ ജീവിതത്തിനോ ഭാവിക്കോ ഒരു സുരക്ഷിതത്വവുമില്ല. ഇനി വിവാഹാനന്തരമാണെങ്കിലോ വിവാഹാനന്തരമെങ്കിലും ഉറപ്പ് എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ ഒരു ദാമ്പത്യ സുഖം, അതായത് ശാരീരികവും മാനസികമായ ഒരു സുഖം നിർവഹിക്കാൻ ആർക്കേ പറ്റുള്ളൂ. നിങ്ങൾ ഒരു ഭർത്താവിന് തന്റെ മനസ്സിൽ വൈകാരികമായ ചിന്തകളിൽ എന്റെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീ കടന്നു വരുന്നില്ലെന്ന് പറയാൻ ഒരു പുരുഷന് പറ്റുമെങ്കിൽ എത്ര കാലം ജീവിച്ചാലും ആ സ്വന്തം ഭാര്യയെ എല്ലാ അർത്ഥത്തിലും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ ആ വിശുദ്ധനായ പുരുഷന് പറ്റും. ഒരു സ്ത്രീക്ക് അവൾ പുറത്ത് ജോലി ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അന്യപുരുഷന്മാരെ ഇടപഴകാൻ സാഹചര്യം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, എന്റെ ഭർത്താവല്ലാത്ത ഒരാളുടെ സ്പർശനത്തിലോ നോട്ടത്തിലോ ഒന്നിലും ഒരു വൈകാരികതയും ഒരാസ്വാദനവും എനിക്കില്ലെന്ന് 100% വിശുദ്ധമായി എന്റെ വൈകാരിക ചിന്തകളിൽ എന്റെ ഭർത്താവിന്റെ മുഖമോ ആകാരമോ അല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലെന്ന് പറയാൻ പറ്റുന്ന വിവാഹിതയായ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ സമാധാനവും സൗഖ്യവും തന്റെ വേഷവിധാനങ്ങളിലൂടെ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി അത് മറ്റുള്ള അന്യ പുരുഷന്മാർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഞാനൊരു വിശുദ്ധി പാലിക്കുന്നില്ല എന്ന ബോധത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ആ സമ്പൂർണ്ണ ജീവിത സമാധാനം നഷ്ടപ്പെടുന്നു. അപ്പൊ സുരക്ഷിതത്തിന് എന്താ വേണ്ടത്? വേഷം. അതിൽ ഒരു നിലക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിക്കുകയും ചെയ്യരുത്. നമ്മുടെ ഡ്രസ്സിങ്ങിൽ നാം കൃത്യമായും ആ നിയമം പാലിക്കണം. ഇസ്ലാമിന്റെ ഡ്രസ്സിന്റെ നിയമങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. അത്തരമൊരു വൈകാരികത ജനിപ്പിക്കുന്ന എല്ലാവിധത്തിലുമുള്ള ഡ്രസ്സിങ്ങിനെ ഇസ്ലാം നിരാകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സുരക്ഷിതത്തിനാണ്. ആ സുരക്ഷിതത്വത്തിന്റെ വിശാലത എനിക്ക് വിശദീകരിക്കാൻ പറ്റൂല. നമ്മുടെ ജീവിതത്തിന്റെ ഇഹപര സുരക്ഷിതത്വത്തിന് ഏറ്റവും ആവശ്യമാണ്. സ്വർഗത്തിന്റെ വാസന പോലും ഇല്ല എന്നാണ്. മുഴുവൻ ആളുകൾക്കും തിന്മ സമ്മാനിച്ച് തിന്മ വിതറി തിന്മ പകർന്ന് തെരുവിലൂടെയും ക്യാമ്പസിലൂടെയും നടന്നു പോകുന്ന ഒരു പെൺകുട്ടിക്ക് അതിവിശാലമായ അള്ളാഹുവിന്റെ വിരുന്നിന്റെ സുഗന്ധം പോലും ഇല്ല യജിദിന റീഹാന്നാണ്. അതുകൊണ്ട് ഇഹപര ജീവിതത്തിന്റെ വിജയം അതിൽ നമ്മുടെ വേഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ വിവാഹം പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ വേഷവിധാനങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ സുരക്ഷിതത്തിന് ഏറ്റവും വലിയ ഭീഷണി ആരാരെങ്കിൽ അന്യപുരുഷന്മാരല്ല. അന്യപുരുഷന്മാരെക്കാളും വലിയ ഭീഷണിയാണ് പരിചിതരായ അന്യന്മാർ. പരിചിതരായ അന്യന്മാർ നിങ്ങളുടെ ജ്യേഷ്ഠത്തിയെ വിവാഹം കഴിച്ച ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അതല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് അന്യപുരുഷനാണ്. നിങ്ങളുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് നിങ്ങൾക്ക് അന്യപുരുഷനാണ്. പക്ഷേ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരു പരിചിതനാണ് അയാൾ. നിങ്ങളുടെ ക്ലാസ്മേറ്റ്, അയാൾ അന്യനാണ്, 100% അന്യപുരുഷനാണ്. നാളെ നിങ്ങളെ വിവാഹം അന്വേഷിക്കാൻ പറ്റുന്ന ഒരു അന്യപുരുഷൻ. അത് അന്യപുരുഷനാണെങ്കിലും നിങ്ങൾക്ക് 6 or 7 കൊല്ലം പരിചിതമായ ക്ലാസ്മേറ്റ് ആണ്. പക്ഷേ അയാൾ ആരായിരുന്നാലും ശരി, പരിചിതനായ അന്യൻ അപകടകാരിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകൾ ഉള്ളയിടത്ത് കടന്നു ചെല്ലുമ്പോൾ ഒരു സൂക്ഷ്മത നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് നബി. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹമുവ്, ഭർത്താവിന്റെ സഹോദരനോ, ഭർത്താവിന്റെ സഹോദരൻ അങ്ങനത്തെ പരിചിതരായ ആളുകളാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാല അൽ ഹമുവു അൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരൻ മരണമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു കൽ മൗത്തി, മരണത്തെ പോലെയാണെന്ന്. ഇത് പരിചിതരായ ആളുകൾ നമ്മളെ ചൂഷണം ചെയ്താൽ പ്രതികരിക്കാൻ പറ്റൂല. മാത്രമല്ല അവർക്ക് നമ്മളിലേക്ക് എപ്പോഴും കടന്നു വരാൻ പറ്റും. ഒരാൾ നിന്ന് സംസാരിക്കുമ്പോൾ അയാൾ എന്തിന് ഇവരോട് സംസാരിക്കണമെന്ന് ചിന്തിക്കും. പക്ഷേ നമ്മുടെ അളിയൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അതെന്തിന് സംസാരിക്കുന്നു എന്ന് പുറത്തൊരാൾ ചിന്തിച്ചു കൊള്ളണമെന്നില്ല. പലപ്പോഴും നമ്മുടെ വീട്ടിനുള്ളിൽ വെച്ചും പുറത്തു വെച്ചുമൊക്കെ
നമ്മൾ പലപ്പോഴും അപകടത്തിൽപ്പെടാൻ സാധ്യത പരിചിതരായ അന്യന്മാരാണ്. നിങ്ങൾ ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. പരിചയമുള്ള അന്യന്മാർ, അത് പ്രത്യേകമായി നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ ഭീഷണിയാണെന്ന് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവം വളരെ പ്രധാനമാണ്. ആളുകൾ ചോദിക്കാറുണ്ട്, എവിടെയാണ് ഇതിന്റെ പരിധി? ക്ലാസ്സിലുള്ള ഒരു കുട്ടിയോട് സംസാരിക്കാനുള്ള പരിധി എവിടെ? എന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് സംസാരിക്കാനുള്ള പരിധി എവിടെ? ഞാൻ എന്നും പോകുന്ന എന്റെ വാഹനത്തിന്റെ ഡ്രൈവറോട് സംസാരിക്കാനുള്ള പരിധി എവിടെ? ആ പരിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്ക്, നിങ്ങളുടെ ബ്രദറിനോട്, ഭർത്താവിനോട്, വാപ്പയോട് ഇടപെടുന്നത് പോലെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയോട് ഇടപെടാൻ പാടുണ്ടോ എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നലെയും സംസാരിച്ച പല സഹോദരിമാരും പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ക്യാമ്പസിൽ നാളെ ചെന്ന് ഇനി പുതിയൊരു സ്വഭാവത്തിൽ പെരുമാറുമ്പോൾ ആൺകുട്ടികൾ കൂടെ വന്നിരിക്കുന്നു, കയ്യിൽ പിടിക്കുന്നു, കൂടെ കളിക്കുന്നു, പരസ്പരം തല്ലുകൂടുന്നു, അത് നാളെ വെച്ച് നിർത്തിവെക്കുമ്പോൾ ഇവൾക്ക് എന്തു സംഭവിച്ചു എന്ന് ചോദിക്കില്ലേ? അപ്പൊ തൽക്കാലം മാറാൻ എന്താണ് മാർഗം എന്ന് പൊതുവെ ഒരു പെൺകുട്ടി ഈ കഴിഞ്ഞ സമയത്ത് കൗൺസിലിംഗ് സെന്ററിൽ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് പറയാനുള്ളത്, അഡ്മിഷൻ കിട്ടിയ ഒന്നാമത്തെ ദിവസത്തെ ആദ്യത്തെ ഒരു ചോദ്യത്തിന്, നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചോദ്യത്തിന് നമുക്ക് ആവശ്യകരമായ മറുപടി പറയാൻ ഒരിക്കലും എതിർപ്പില്ല. പക്ഷേ ആ മറുപടി പറയുമ്പോൾ നാം കൂടെ 2-3 വാചകങ്ങൾ അധികം പറയുമ്പോൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് മനസ്സിലാകും. നാം നമ്മളോട് സ്വതന്ത്രമായി ഇടപെടാനുള്ള ഒരു പെർമിഷനാണ് കൊടുക്കുന്നത്. ആ പെർമിഷനോട് കൂടെ അതിന്റെ എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളും ലംഘിക്കപ്പെടും. ഏതു സന്ദർഭത്തിലും ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ചില പരിമിതികളുണ്ട്, ഇയാളൊരു അന്യനാണ് എന്ന നിലക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക. ഈ സംസാരിക്കുന്ന ഒരു ആസ്വാദനത്തിനോ ഒരു ബന്ധം വർദ്ധിപ്പിക്കാനോ മനസ്സിലൊരു സ്വാധീനമുണ്ടാകാനോ ഉള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നതിനെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു പരിധിയെ ലംഘിക്കാതിരിക്കാനും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഞാൻ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് കിട്ടാത്തതിന്റെ പേരിൽ ഇന്നും കണ്ണീർ കുടിക്കുന്ന, വേദനകൾ അഴവിറക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ ദമ്പതികൾ നാം പഠിച്ച അതേ ബെഞ്ചിലും നാം ഇരുന്ന അതേ ക്ലാസ് റൂമിലും കഴിഞ്ഞ് ഇന്ന് ദാമ്പത്യത്തിന്റെ നരക ജീവിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സമൂഹത്തിൽ അഭിമാനം നഷ്ടപ്പെട്ടവരുണ്ട്. ഇന്നും തന്റെ മക്കൾ ചോദിക്കുന്നു, അന്നുണ്ടായ പ്രണയ വിവാഹത്തിന്റെ അപകർഷത മക്കൾ വലുതായി വരുമ്പോഴും എങ്ങനെയായിരുന്നു വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹമെന്ന കഴിഞ്ഞ ചരിത്രം ഇന്നും മക്കൾക്ക് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയാത്ത രക്ഷിതാക്കന്മാർ നിങ്ങളുടെ ക്യാമ്പസിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, ഒരു നല്ല ജീവിത സാഹചര്യത്തിൽ ഇത്തരം ഒരു ഗൈഡൻസിന്റെ വേദിയിൽ വരാൻ പറ്റിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ആത്മാർത്ഥമായിരിക്കട്ടെ. കിട്ടുന്ന ഉത്തരങ്ങളെ മാനസികമായി ഉൾക്കൊള്ളുവാനും, ഇനി തിരിച്ചു പോകുന്ന ക്യാമ്പസ് നാം വന്ന ക്യാമ്പസ് തന്നെയാണ്, അതുകൊണ്ട് അവിടെ ഒരു പുതിയ ഒരു പെൺകുട്ടിയായി ജീവിക്കുവാനുള്ള മനക്കരുത്തോടുകൂടി, വിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവസരം തരുകയാണ്. നമ്മുടെ സുരക്ഷിതത്വം നാം എത്ര ശ്രദ്ധിച്ചാലും സുരക്ഷിതത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടം സംഭവിച്ചേക്കാം. ഇഹലോകത്തും പരലോകത്തും സ്വർഗതുല്യമായ, സ്വർഗീയമായ ഒരു മാനസികാവസ്ഥയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനും സുരക്ഷിതമായി മരണം വരെയും മരണാനന്തരത്തിലും ജീവിക്കുവാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.